ക്രിസ്തുവിന്റെ കുരിശേറ്റത്തിനു ശേഷം പരിശുദ്ധ കന്യാമറിയം മരണം വരെ താമസിച്ചിരുന്നതായി വിശ്വസിക്കുന്ന വീട് തുർക്കിയിലെ അതിപുരാതന നഗരമായ എഫസിസിലാണ് പിന്നീട് ദേവാലയമായി മാറിയ ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. തുർക്കിയിലെ സെൽച്ചുക്കിൽ നിന്ന് 7 കിലോമീറ്റർ അകലെയാണ് ദേവാലയമായ ഹൗസ് ഓഫ് വിർജിൻ മേരി. ക്രിസ്തുവിന്റെ കാലശേഷം വിശുദ്ധ മാതാവിനെ യോഹന്നാൻ ശ്ലീഹ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നുവെന്നും ശിഷ്ടകാലം മാതാവ് ഇവിടെ താമസിച്ചുവെന്നുമാണ് വിശ്വാസം. അതിപുരാതന മാമോദീസ കുളവും വിശുദ്ധ കന്യാമറിയം താമസിച്ചിരുന്നുവെന്ന് വിശ്വസിക്കുന്ന മുറിയും ഇവിടെയുണ്ട്. റോമൻ കത്തോലിക്ക സന്യാസിനി ആൻ കാതറിൻ എമറിക്കിന്റെ ദിവ്യദർശനങ്ങളിൽ ഈ പ്രദേശത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നു. എന്നാൽ കത്തോലിക്ക സഭ ഇതിന്റെ ആധികാരികത ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. ചാപ്പലിനുള്ളിലെ ചെറിയ മുറിയുടെ മധ്യത്തിൽ വിശുദ്ധ കന്യാമറിയത്തിന്റെ രൂപം. 1951 പോപ്പ് പയസ് 12 മാർപ്പാപ്പ ദേവാലയം വിശുദ്ധയിടമായി പ്രഖ്യാപിച്ചു. വലതുഭാഗത്തുള്ള ചെറിയ മുറി വിശുദ്ധ കന്യാമറിയത്തിന്റെ ഉറക്കറയായി കരുതുന്നു. ഈ മുറിയിലൂടെ അക്കാലത്തൊരു ചെറിയ അരുവി ഒഴുകിയിരുന്നതായും അതിന് ഔഷധ ഗുണമുണ്ടായിരുന്നതായും കണക്കാക്കുന്നു. വിശ്വാസികൾ ഇവിടെ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നത് പതിവാണ്. വിഷിംഗ് വാളിൽ തങ്ങളുടെ ആഗ്രഹങ്ങളും സങ്കടങ്ങളും എഴുതിവെക്കുന്നു. അമേരിക്കൻ സൊസൈറ്റി ഓഫ് എഫസിസിനാണ് ഇവിടുത്തെ സംരക്ഷണ ചുമതല.